നമസ്കാരം, KCN വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. മഞ്ചേശ്വരം പത്വാടിയിലെ അസ്കർ അലി എന്ന യുവാവിന്റെ വീട്ടിൽ നടന്നത് കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ മയക്കുമരുന്ന് വേട്ട. അന്വേഷണം ഊർജിതമാക്കി പോലീസ്. ചെറുവത്തൂരിൽ ബുള്ളറ്റും സ്കൂട്ടിയും കൂട്ടിയിടിച്ച് കളക്ടറേറ്റ് ജീവനക്കാരന് ദാരുണാന്ത്യം. ചീമേനി അത്തൂട്ടിയിലെ അഷ്റഫാണ് മരിച്ചത്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് BMS രാജ്ഭവൻ മാർച്ച് നടത്തും. ഇതിനു മുന്നോടിയായി കാസർഗോഡ് ജില്ലാ കമ്മിറ്റി വാഹന പ്രചരണ ജാഥ നടത്തി. കിടപ്പിലായ വിദ്യാർത്ഥികളെ ചേർത്ത് പിടിച്ച് സമഗ്ര ശിക്ഷ കേരളം ചെറുവത്തൂർ ബ്ലോക്ക് റിസോഴ്സ് സെന്റർ വീടുകളിൽ ഓണാഘോഷം നടത്തി. ഭാരതീയ അഭിഭാഷക പരിഷത്ത് സ്ഥാപക ദിനത്തോടനുബന്ധിച്ച് കുടുംബ സംഗമം നടത്തി. അഡ്വക്കേറ്റ് IV ഭട്ട് ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. മഞ്ചേശ്വരം പത്വാടിയിലെ അസ്കർ അലി എന്ന യുവാവിൻ്റെ വീട്ടിൽ നടന്നത് കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ മയക്കുമരുന്ന് വേട്ട. 3.5 കിലോയോളം വരുന്ന MDMAയും 3/4 കിലോയോളം കഞ്ചാവും 100 ഗ്രാമോളം കൊക്കൈനും ലഹരി ഗുളികകളുമാണ് പിടികൂടിയത്. വിപണിയിൽ ഇതിന് 1 കോടി രൂപ വില വരും. അസ്കർ അലിക്ക് പിന്നിൽ അന്തർ സംസ്ഥാന മയക്കുമരുന്ന് മാഫിയ സംഘമുണ്ടെന്നാണ് സൂചന. സംഭവത്തിൽ പോലീസ് വിശദമായ അന്വേഷണം ആരംഭിച്ചു. ജില്ലാ പോലീസ് മേധാവിക്ക് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് മഞ്ചേശ്വരം പോലീസ് സ്റ്റേഷൻ പരിധിയിലെ പത്വാടിയിലെ അസ്കർ അലിയുടെ വീട്ടിലെ കിടപ്പുമുറിയിൽ നിന്നും വൻ മയക്കുമരുന്ന് ശേഖരം പിടികൂടിയത്. 3 കിലോഗ്രാം 409 ഗ്രാം MDMA, 640 ഗ്രാം ഗ്രീൻ ഗഞ്ച, 96.96 കൊക്കൈനും 30 ലഹരി ഗുളികകളുമാണ് പിടികൂടിയത്. ആഗസ്റ്റ് 30-ന് കളനാട് കാപ്പലിൽ താമസിക്കുന്ന കർണാടക മൂഡിഗരയിലെ അബ്ദുൽ റഹീം എന്ന രവിയെ 49.33 ഗ്രാം MDMAയുമായി മേൽപ്പറമ്പ് പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. റിമാൻഡിലായിരുന്ന ഇയാളെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തപ്പോഴാണ് MDMA കൈമാറിയതിന് പിന്നിൽ അസ്കർ അലിയാണെന്ന് വ്യക്തമായത്. ഇയാളെയും കൂട്ടി ഉപ്പളയിലെത്തിയ പോലീസ് സംഘം തന്ത്രപൂർവ്വം അസ്കർ അലിയെ വലയിലാക്കി. തുടർന്നാണ് പത്വാടിയിലെ വീട്ടിൽ പരിശോധന നടത്തി വൻ മയക്കുമരുന്ന് ശേഖരം കണ്ടെത്തിയത്. ഇയാൾക്ക് പിന്നിൽ ബംഗളൂരു കേന്ദ്രമായി പ്രവർത്തിക്കുന്ന അന്തർ സംസ്ഥാന മയക്കുമരുന്ന് മാഫിയ സംഘമുണ്ടെന്നാണ് സൂചന. കാസർഗോഡ് ജില്ലയിലെ തന്നെ ഏറ്റവും വലിയ ലഹരി വേട്ടയാണ് പത്വാടിയിലുണ്ടായതെന്നോ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദീകരിക്കുന്നതിനായി വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ കാസർഗോഡ് ജില്ലാ പോലീസ് മേധാവി D. ശില്പ പറഞ്ഞു. മയക്കുമരുന്നുകളുടെ ഉറവിടവും സാമ്പത്തിക സ്രോതസ്സും ഇതിന് പിന്നിൽ മറ്റാരെങ്കിലും ഉണ്ടോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പോലീസ് വിശദമായി അന്വേഷിച്ചു വരികയാണെന്നും ജില്ലാ പോലീസ് മേധാവി വിശദീകരിച്ചു. വീട് റെയ്ഡ് ചെയ്ത സമയത്തിൽ അവന ബെഡ്റൂം നിന്നും നമുക്ക് 3.4 kg MDMA, പിന്നെ 640 ഗ്രാംസ് ഗഞ്ച, 96.96 ഗ്രാംസ് കോക്കെയിൻ, പിന്നെ ഒരു 30 ക്യാപ്സ്യൂൾസ് കിട്ടിയിട്ടുണ്ട്. ഇതെല്ലാം സീസ് ചെയ്തിട്ട് നമ്മളിപ്പോൾ ആവശ്യ നടപടികൾ എടുക്കുന്നുണ്ട്. ആസ് പെർ പ്രൊസീജിയർ എല്ലാം സീസ് ചെയ്ത് FSL ലാബിലേക്ക് നമ്മൾ ഫോർവേഡ് ചെയ്തിട്ടുണ്ട്. ഇതിൽ അന്വേഷണം കൂടുതൽ നടക്കുന്നുണ്ട്. എവിടെ നിന്നാണ് ഇത് കിട്ടിയത്, ഇയാൾക്ക് സോഴ്സും പിന്നെ അവരുടെ ഫൈനാൻഷ്യൽ എവിടെ നിന്നാണ് ഇവർക്ക് ഇതെല്ലാം ഈ പൈസ കിട്ടുന്നത് ഇതെല്ലാം പർച്ചേസ് ചെയ്യാൻ, പിന്നെ ബാക്കി ആൾക്കാരുടെ ഇൻവോൾവ്മെൻറ്റ് ഈ കാര്യത്തിൽ അന്വേഷണം നടക്കുന്നുണ്ട്. ഇതെല്ലാ സാധനങ്ങളും ഓൾമോസ്റ്റ് 1 കോടി അത്ര സാധനമാണ് സീസ് ചെയ്തിരിക്കുന്നത്. കാസർഗോഡ് ജില്ലയിലെ ഏറ്റവും ലാർജസ്റ്റ് ഡിറ്റക്ഷനാണ് ഇത്. സോ ഇനിയും ഇതുപോലെ തന്നെ NDPSനെതിരെ നമ്മൾ കാസർഗോഡ് പോലീസ് കണ്ടിന്യൂസ് എഫേർട്സ് എടുക്കും. ആൻഡ് വി വിൽ ട്രൈ ടു ഡിറ്റക്ട് എത്ര മാക്സിമം കേസസ് ഡിറ്റക്ട് ചെയ്യാൻ ശ്രമിക്കും. മേൽപ്പറമ്പ SHO സന്തോഷ്, SCPI പ്രദീപൻ, മഞ്ചേശ്വരം SIമാരായ നിഖിൽ സലീം, ASIമാരായ മധു സുമേഷ് രാജ്, SCPO തനേഷ്, CPOമാരായ നിതീഷ്, പ്രശോഭ്, നിതിൻ, WP CPO വന്ദന, വിദ്യാനഗർ ASI പ്രസാദ്, കാസർഗോഡ് SP-യിലെ SCPO പ്രതീഷ് ഗോപാൽ എന്നിവരാണ് മയക്കുമരുന്ന് വേട്ട നടത്തിയ സംഘത്തിലുണ്ടായത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.
ചെറുവത്തൂരിൽ ബുള്ളറ്റും സ്കൂട്ടിയും കൂട്ടിയിടിച്ച് കളക്ട്രേറ്റ് ജീവനക്കാരന് ദാരുണാന്ത്യം. ചീമേനി അത്തൂട്ടിയിലെ അഷ്റഫാണ് മരണപ്പെട്ടത്. ബുള്ളറ്റ് യാത്രക്കാരൻ അഖിലിനെ ഗുരുതര പരിക്കുകളോടെ കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ചെറുവത്തൂർ ചീമേനി റോഡിൽ ബുള്ളറ്റും സ്കൂട്ടിയും കൂട്ടിയിടിച്ച് കളക്ട്രേറ്റ് ജീവനക്കാരൻ മരിച്ചു. ചീമേനി അത്തൂട്ടിയിൽ താമസക്കാരനും ഭീമനടി വാഴപ്പള്ളി സ്വദേശിയുമായ ടി അഷ്റഫാണ് മരണപ്പെട്ടത്. വെള്ളിയാഴ്ച വൈകിട്ട് 7:30 ആനിക്കാടിയിൽ വെച്ചാണ് അപകടം നടന്നത്. അഷ്റഫ് സഞ്ചരിച്ച സ്കൂട്ടിയിൽ ബുള്ളറ്റ് ഇടിക്കുകയായിരുന്നു. പരിക്കേറ്റ അഷ്റഫിനെ ചെറുവത്തൂരിലെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണപ്പെട്ടു. ഗുരുതരമായി പരിക്കേറ്റ ബുള്ളറ്റ് യാത്രക്കാരൻ നെടുമ്പ സ്വദേശി അഖിലിനെ കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കളക്ട്രേറ്റിലെ SC/ST സെക്ഷൻ ജീവനക്കാരനായിരുന്നു മരണപ്പെട്ട അഷ്റഫ്. ഹിമാം അത്തൂട്ടി ചാരിറ്റി സംഘടനയുടെ കാര്യദർശിയും മുസ്ലിം ലീഗ് പോഷക ഘടകം SCU ജില്ലാ സെക്രട്ടറിയും അത്തൂട്ടി ജമാഅത്ത് കമ്മിറ്റി സെക്രട്ടറിയുമാണ്. പരിയാരം കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം അത്തൂട്ടി മൊയ്തീൻ ജുമാ മസ്ജിദ് ഖബറിസ്ഥാനിൽ കബറടക്കി. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. തൊഴിലാളികളുടെ EPF ESI സാമൂഹ്യ സുരക്ഷാ പദ്ധതിയിലെ അപാകതകൾ ചൂണ്ടിക്കാട്ടി BMS ദേശീയ പ്രക്ഷോഭത്തിലേക്ക്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഒക്ടോബർ 1 രാജ്ഭവനിലേക്ക് മാർച്ച് നടത്തും. ഇതിനു മുന്നോടിയായി BMS കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വാഹന പ്രചരണ ജാഥ നടത്തി. EPF പെൻഷൻ 1000-ൽ നിന്ന് 5000 രൂപയാക്കി ഉയർത്തുക, EPF പെൻഷനോടൊപ്പം DA ലിങ്ക് ചെയ്യുക, EPF പെൻഷനേഴ്സിന് ആയുഷ്മാൻ പദ്ധതിയുടെ ഗുണഭോക്താക്കളാക്കി 5 ലക്ഷം രൂപ വരെയുള്ള സൗജന്യ ചികിത്സ അനുവദിക്കുക, EPF ശമ്പള പരിധി 30,000 രൂപയാക്കി ഉയർത്തുക, ESIയുടെ പരിധി ഇരട്ടിയാക്കി വർദ്ധിപ്പിക്കുക, കേരള ഗവൺമെന്റിന്റെ ESI ഡിസ്പെൻസറികളോടുള്ള അവഗണന അവസാനിപ്പിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഭാരതീയ മസ്ദൂർ സംഘ് രാജ്ഭവനിലേക്ക് മാർച്ച് സംഘടിപ്പിക്കും. രാജ്ഭവൻ മാർച്ചിന് മുന്നോടിയായി BMS കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വാഹന പ്രചരണ ജാഥ നടത്തി. കുമ്പളയിൽ BMS സംസ്ഥാന സമിതി അംഗം PV ബാലകൃഷ്ണൻ ജാഥ ക്യാപ്റ്റനും BMS ജില്ലാ സെക്രട്ടറിയുമായ KV ബാബുവിന് പതാക കൈമാറി വാഹന പ്രചരണ ജാഥയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ജില്ലാ ഭാരവാഹി ദിനേശ് ബംബ്രാണ അധ്യക്ഷത വഹിച്ചു. ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ അനിൽ B നായർ, ഗീതാ ബാലകൃഷ്ണൻ, ഭരതൻ കല്യാൺ റോഡ്, ജില്ലാ ഭാരവാഹികളായ ലീലാകൃഷ്ണൻ, ഗുരുദാസ് മധൂർ, സുരേഷ് ദേളി, T കൃഷ്ണൻ എന്നിവർ സംബന്ധിച്ചു. കുമ്പള മേഖലാ പ്രസിഡന്റ് വേണുഗോപാൽ മുഗു സ്വാഗതവും നിർമ്മാണ തൊഴിലാളി യൂണിയൻ ജില്ലാ ഉപാധ്യക്ഷൻ ഐത്തപ്പ നാരായണമംഗലം നന്ദിയും പറഞ്ഞു. പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലൂടെ കടന്നുപോയ പ്രചരണ ജാഥയ്ക്ക് വൻ തൊഴിലാളി പങ്കാളിത്തമാണ് ഉണ്ടായത്. 1000-ലധികം തൊഴിലാളികളെ പങ്കെടുപ്പിച്ച് നടത്തുന്ന രാജ്ഭവൻ മാർച്ചിനായി സെപ്റ്റംബർ 10 മുതൽ വ്യാപകമായ ഒപ്പുശേഖരണവും നടത്തിവരുന്നുണ്ട്. ഒക്ടോബർ 1 ഗവർണർക്ക് നിവേദനവും ഭീമഹർജിയും സമർപ്പിക്കും. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കിടപ്പിലായ വിദ്യാർത്ഥികൾക്കായി വീടുകളിൽ ഓണാഘോഷം സംഘടിപ്പിച്ച് സമഗ്ര ശിക്ഷ കേരളം ചെറുവത്തൂർ ബ്ലോക്ക് റിസോഴ്സ് സെന്റർ. ഓണാഘോഷത്തിന്റെ ഭാഗമായി വീടുകളിൽ പ്രമുഖരെത്തി ചേർത്ത് പിടിച്ചത് അവർക്ക് മറക്കാനാകാത്ത അനുഭവമായി മാറി. ഓണക്കഥകളും ഓണപ്പാട്ടുകളുമായി പ്രമുഖ സാഹിത്യകാരൻ അംബികാസുധൻ മാങ്ങാടും സിനിമാ നടൻ PP കുഞ്ഞികൃഷ്ണൻ മാസ്റ്ററും ജനപ്രതിനിധികളും എത്തിയത് വിദ്യാർത്ഥികളായ മുഹമ്മദിനും മുസമ്മലിനും മറിയമ്പിക്കും മറക്കാനാവാത്ത അനുഭവമായി. ഇതിനൊപ്പം ഓണക്കോടിയും സമ്മാനങ്ങളും ഓണസദ്യയുമായപ്പോൾ മനസ്സ് നിറഞ്ഞു. മ്യൂസിക് ബാൻഡിന്റെ താളത്തിനൊത്ത് അധ്യാപകരും കുരുന്നുകളും നൃത്തം ചവിട്ടിയപ്പോൾ അവരും ആനന്ദത്തിലാറാടി. സമഗ്ര ശിക്ഷ ചെറുവത്തൂർ BRCയുടെ നേതൃത്വത്തിലാണ് ഭിന്നശേഷിക്കാരും പൂർണ്ണമായി കിടപ്പിലുമായ ഇളമ്പച്ചി ഗുരു ചന്തുപണിക്കർ സ്മാരക GHSS സ്കൂളിലെ മുഹമ്മദ് നങ്ങാരത്ത്, മുസമ്മിൽ നങ്ങാരത്ത്, പടന്ന MRVHSലെ മറിയമ്പി എന്നിവർക്കൊപ്പം സമഗ്ര ശിക്ഷാ പ്രവർത്തകർ കൂട്ടുകാരുടെയും അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും ജനപ്രതിനിധികളുടെയും സാന്നിധ്യത്തിൽ നിറപ്പകിട്ടോടെ ഓണാഘോഷമൊരുക്കിയത്. തൃക്കരിപ്പൂർ വൾവക്കാട്ട് പൂവളപ്പിലെ വീട്ടിൽ നടന്ന ചടങ്ങിൽ അംബികാസുധൻ മാങ്ങാട് മുഖ്യാതിഥിയായിരുന്നു. ഓണം എന്ന സങ്കല്പം പോലും ബുദ്ധമതവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതുകൊണ്ട് ഓണം ഒരു മതത്തിൻ്റെതാണോ ഒരു ജാതിയുടേതാണോ എന്നൊന്നും പറയാൻ പറ്റില്ല. മറിച്ച് മതേതരമായി മലയാളികൾ ആഘോഷിക്കുന്ന ഒരു സംഗതിയാണ് ഓണം. സിനിമാ താരവും പടന്ന പഞ്ചായത്ത് അംഗവുമായ PP കുഞ്ഞികൃഷ്ണൻ മാസ്റ്റർ പടന്നയിലെ മറിയമ്പയുടെ വീട്ടിലെത്തിയത് ഓണാഘോഷത്തിന് കൂടുതൽ പൊലിമ നൽകി.
ഇളമ്പച്ചി സ്കൂളിലെ കൊച്ചുകൂട്ടുകാർ ശയ്യാവലംബരായ വിദ്യാർത്ഥികളുടെ വീടുകളിലെത്തി ഓണപ്പാട്ടുകൾ പാടിയും ഓണക്കളികൾ കളിച്ചും മനോഹരമായ ഓണം മൂവർക്കും സമ്മാനിച്ചു. സർവ്വവിഭവങ്ങളും വിളമ്പിയായിരുന്നു ഓണസദ്യ. ഭിന്നശേഷിക്കാരായ മറ്റു കുട്ടികൾക്ക് വിദ്യാലയങ്ങളിൽ ആഘോഷങ്ങൾക്ക് പ്രത്യേക അവസരങ്ങൾ ഒരുക്കാറുണ്ടെങ്കിലും പൂർണ്ണമായും കിടപ്പിലായവർക്ക് ഇത്തരം അവസരങ്ങളില്ലാത്ത പശ്ചാത്തലത്തിലാണ് സമഗ്ര ശിക്ഷാ വിഭാഗം കുട്ടികൾക്ക് ഓണച്ചങ്ങാതി എന്ന പേരിൽ ഓണാഘോഷം BRC തലത്തിൽ ഒരുക്കിയത്. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. ഭാരതീയ അഭിഭാഷക പരിഷത്ത് സ്ഥാപക ദിനത്തോടനുബന്ധിച്ച് കുടുംബസംഗമം സംഘടിപ്പിച്ചു. കാസർഗോഡ് നടന്ന പരിപാടി അഡ്വക്കേറ്റ് IV ഭട്ട് ഉദ്ഘാടനം ചെയ്തു. അഭിഭാഷകരുടെ ദേശീയ സംഘടനയായ ഭാരതീയ അഭിഭാഷക പരിഷത്ത് സ്ഥാപക ദിനത്തോടനുബന്ധിച്ച് കാസർകോട്ട് അഭിഭാഷക കുടുംബസംഗമം സംഘടിപ്പിച്ചു. സീനിയർ അഭിഭാഷകനായ അഡ്വക്കേറ്റ് IV ഭട്ട് ഉദ്ഘാടനം ചെയ്തു. ಕುಟುಂಬ ಪದ್ಧತಿ ಜಾಯಿಂಟ್ ಫ್ಯಾಮಿಲಿ ಅಂತ ಏನು ಇತ್ತ ಅದು ಭಾರತೀಯ ಸಂಸ್ಕೃತಿಯಲ್ಲಿ ಬಹಳ ಶ್ರೇಷ್ಠವಾದ ಒಂದು ಸ್ಥಾನವನ್ನು ಪಡ್ಕೊಂಡಿದೆ. ಜನರನ್ನು ರೂಪಿಸುವಲ್ಲಿ ನಮ್ಮ ಸಾಂಸ್ಕೃತಿಕ ನೆಲೆಯನ್ನು ಗಟ್ಟಿಗೊಳಿಸುವಲ್ಲಿ ನಮ್ಮ ಹಿರಿಯ ಸಂಪ್ರದಾಯ ಉತ್ತಮವಾದ ಸಂಪ್ರದಾಯ ಏನಂತ ಅದನ್ನು ಮುಂದುವರಿಸಿಕೊಂಡು ಹೋಗುವುದಕ್ಕೆ ಮುಂದಿನ ಜನಾಂಗಕ್ಕೆ ಅದನ್ನು ದಾಟಿಸುವುದಕ್ಕೆ ಈ ಕುಟುಂಬ ಪದ್ಧತಿ ನಿಜವಾಗಿ ಒಂದು ದೊಡ್ಡ ಶಕ್ತಿಯಾಗಿ ಪರಿಣಮಿಸಿದೆ ಅಂತ ಭಾವಿಸ್ತೇನೆ. ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് AC അശോക് കുമാർ അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് കരുണാകരൻ നമ്പ്യാർ മുഖ്യപ്രഭാഷണം നടത്തി. സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് B രവീന്ദ്രൻ, അഡ്വക്കേറ്റ് M നാരായണ ഭട്ട് എന്നിവർ സംസാരിച്ചു. അഡ്വക്കേറ്റ് P മുരളീധരൻ സ്വാഗതവും അഡ്വക്കേറ്റ് ബീന KM നന്ദിയും പറഞ്ഞു. 57ാം വിവാഹ വാർഷികം ആഘോഷിക്കുന്ന അഡ്വക്കേറ്റ് IV ഭട്ട് മഹാലക്ഷ്മി ഭട്ട് ദമ്പതികളെ ആദരിച്ചു. വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ അദ്വൈത് K, ആശ്രിത KG, അനഘ GK എന്നിവരെ അനുമോദിച്ചു. ഓണസദ്യയ്ക്ക് ശേഷം വിവിധ കലാപരിപാടികളും നടന്നു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. മഞ്ചേശ്വരം ശ്രീമദ് അനന്തേശ്വര ക്ഷേത്രം സ്കൂളുകളുടെ ശതാബ്ദി ആഘോഷം സ്കൂൾ ലിറ്റിൽ കൈറ്റിൻ്റെയും ടീം സയൻസിൻ്റെയും സംയുക്താഭിമുഖ്യത്തിൽ ദ്വിദിന ഇൻഫർമേഷൻ ടെക്നോളജി അധിഷ്ഠിത ശില്പശാല SAT എയ്ഡഡ് സ്കൂളിൽ നടന്നു. ശ്രീമദ് അനന്തേശ്വര ക്ഷേത്രം സ്കൂളുകളുടെ ശതാബ്ദിയോടനുബന്ധിച്ച് സ്കൂൾ ലിറ്റിൽ കൈറ്റിന്റെയും ടീം ശാസ്ത്രത്തിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ ദ്വിദിന ഇൻഫർമേഷൻ ടെക്നോളജി അധിഷ്ഠിത ശില്പശാല SAT എയ്ഡഡ് സ്കൂളിൽ നടന്നു. ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ദിനേശ് V പരിപാടി ഉദ്ഘാടനം ചെയ്തു. CA സുനിൽ ഭട്ട് അധ്യക്ഷത വഹിച്ചു. കാസർഗോഡ് ജില്ലാ IT കോർഡിനേറ്റർ റോജി ജോസഫ് SAT വിദ്യാ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ യൂട്യൂബ് ന്യൂസ് ചാനൽ പ്രകാശനം ചെയ്തു. മെഹുൽ കിനി ദ്വിദിന ശില്പശാലയുടെ വിവരങ്ങൾ നൽകി. പ്രശാന്ത് പൈ, സ്കൂൾ ഉപന്യാസ വിദഗ്ധൻ പ്രശാന്ത് ഹെഗ്ഡെ, ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽ സുമന ഐൽ, സ്കൂൾ ഹെഡ് മിസ്ട്രസ് സുരേഖ മല്യ M തുടങ്ങി നിരവധി പേർ പരിപാടിയിൽ പങ്കെടുത്തു. അബ്ദുൾ റഹ്മാൻ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. തൃക്കരിപ്പൂർ പയ്യന്നൂർ റൂട്ടിലോടുന്ന സ്വകാര്യ ബസ്സിലെ യാത്രയ്ക്കിടെ അവന്തിക എന്ന പ്രീ പ്രൈമറി വിദ്യാർത്ഥിയുടെ 5ാം പിറന്നാൾ ആഘോഷം വീട്ടിൽ നടത്തുന്ന രീതിയിൽ കേക്ക് മുറിച്ചും പുതുവസ്ത്രമണിഞ്ഞും ബർത്ത്ഡേ വിഷസ് പാടിയും അപൂർവമായ പിറന്നാൾ ആഘോഷത്തിൽ ബസ്സിലെ സഹയാത്രക്കാർ കൂടെ നിന്നു. ചീമേനി പയ്യന്നൂർ റൂട്ടിൽ തൃക്കരിപ്പൂർ വഴി പോകുന്ന ലവ്വിംഗ് ബസ്സിലെ സ്ഥിരം യാത്രക്കാരാണ് കുഞ്ഞ് അവന്തികയുടെ പിറന്നാൾ സ്വകാര്യ ബസ്സിൽ ആഘോഷിക്കാൻ ഒരുക്കങ്ങൾ നടത്തിയത്. ബസ് ജീവനക്കാർ ഇവർക്കൊപ്പം പൂർണ്ണ പിന്തുണയുമായി നിന്നപ്പോൾ കുഞ്ഞിൻ്റെ പിറന്നാൾ ആഘോഷം വേറിട്ടതായി. തടിയൻകോവൽ ബസ് സ്റ്റോപ്പിൽ നിന്നും കയറി ഒളവറയിലെ സ്റ്റുഡിയോയിൽ ജോലി ചെയ്യുന്നതിനായി മുണ്ട്യ ബസ് സ്റ്റോപ്പിൽ ഇറങ്ങാറുള്ള മാനസയുടെ മകളാണ് ഇളമ്പച്ചി സ്കൂളിലെ പ്രീ പ്രൈമറി വിദ്യാർത്ഥി അവന്തിക. രാവിലെ 8:30 ബസ്സിൽ തടിയൻകോവൽ പോളിടെക്നിക് ബസ് സ്റ്റോപ്പിൽ നിന്നും മാനസയ്ക്കൊപ്പം കയറിയ അവന്തികയ്ക്ക് സ്ഥിരം യാത്രക്കാരായവർ പുതുവസ്ത്രവും മധുരം കിനിയും കേക്കും സമ്മാനിച്ചു. ബീരിച്ചേരി റെയിൽവേ ഗേറ്റിന് സമീപം ബസ് നിർത്തിയതോടെ പിറന്നാൾ ആഘോഷത്തിന് അരങ്ങൊരുങ്ങുകയായിരുന്നു. സർക്കാർ ജീവനക്കാരും വിവിധ സ്ഥാപനങ്ങളിലെ തൊഴിലാളികളുമായ 15 പേർ ചേർന്ന് ഒരുക്കങ്ങൾ നടത്തിയാണ് ബസ്സിൽ അവന്തികയുടെ മറക്കാനാവാത്ത പിറന്നാൾ ആഘോഷിച്ചത്. പിലാത്തറയിലെ വസ്ത്രശാലയിലുള്ള സിന്ധു, ഇളമ്പച്ചി സർക്കാർ ഹോമിയോ ആശുപത്രിയിലെ അറ്റൻഡർ അജിത, പയ്യന്നൂർ വസ്ത്രശാലയിലെ രേഖ, ഇളമ്പച്ചി ഖാദി നെയ്ത്തുശാലയിലെ ദീപ, ഒളവറ ഫേർണിച്ചർ സ്ഥാപനത്തിലെ കീർത്തന തുടങ്ങിയവരെല്ലാം ചേർന്ന് പാട്ടുപാടി പിറന്നാൾ ആഘോഷം ഗംഭീരമാക്കി. ബീരിച്ചേരി ബസ് നിർത്തി 5 മിനിറ്റ് കൊണ്ട് ആഘോഷം കഴിഞ്ഞു. ബസ്സിലെ അമ്മയുടെ സഹയാത്രികർക്കും ജീവനക്കാർക്കും അവന്തിക സന്തോഷത്തോടെ നന്ദി പറഞ്ഞാണ് ഒളവറയിൽ അമ്മയ്ക്കൊപ്പം ബസ്സിറങ്ങിയത്. ഉറുമീസ് തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി.
മഞ്ചേശ്വരം പത്വാടിയിലെ അസ്കർ അലി എന്ന യുവാവിന്റെ വീട്ടിൽ നടന്നത് കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ മയക്കുമരുന്ന് വേട്ട. അന്വേഷണം ഊർജിതമാക്കി പോലീസ്. ചെറുവത്തൂരിൽ ബുള്ളറ്റും സ്കൂട്ടിയും കൂട്ടിയിടിച്ച് കളക്ടറേറ്റ് ജീവനക്കാരന് ദാരുണാന്ത്യം. ചീമേനി അത്തൂട്ടിയിലെ അഷ്റഫാണ് മരിച്ചത്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് BMS രാജ്ഭവൻ മാർച്ച് നടത്തും. ഇതിനു മുന്നോടിയായി കാസർഗോഡ് ജില്ലാ കമ്മിറ്റി വാഹന പ്രചരണ ജാഥ നടത്തി. കിടപ്പിലായ വിദ്യാർത്ഥികളെ ചേർത്ത് പിടിച്ച് സമഗ്ര ശിക്ഷ കേരളം ചെറുവത്തൂർ ബ്ലോക്ക് റിസോഴ്സ് സെന്റർ വീടുകളിൽ ഓണാഘോഷം നടത്തി. ഭാരതീയ അഭിഭാഷക പരിഷത്ത് സ്ഥാപക ദിനത്തോടനുബന്ധിച്ച് കുടുംബ സംഗമം നടത്തി. അഡ്വക്കേറ്റ് IV ഭട്ട് ഉദ്ഘാടനം ചെയ്തു. ഇതോടുകൂടി ഈ ന്യൂസ് ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.